നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, പമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും എപ്പോഴും എനിക്ക് ആവശ്യമാണ്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി ജനതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതെല്ലാം എനിക്ക് സെൻഡ് ചെയ്യണം. ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് വേഴമാറ്റം ആണ്. വേഴം 2024 മെയ് മാസം 1-ാം തീയതി പകല് 12:59 ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2025 മെയ് മാസം 14-ാം തീയതി വരെ വേഴൻ ഇടവൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ഇടവൻ രാശി സഞ്ചരിക്കുമ്പോൾ കന്നിക്കൂറുകാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത്. കന്നിക്കൂറ് എന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ മുക്കാല്, അത്തം, ചിത്രയുടെ പകുതി വരെയുള്ള 30 നാഴികയാണ് കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്കിപ്പം വളരെ മോശമാണ്. വേഴൻ എട്ടി നിൽക്കുന്നത് കൊണ്ട് എട്ടിൻ്റെ പണി കിട്ടുന്ന സമയം വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും, സ്നേഹിച്ചവർ വിരോധിച്ചു പോവുകയും മരിച്ചു കളഞ്ഞാൽ കൊള്ളാം, എനിക്കൊന്നുമില്ല, ആരുമില്ല എന്നൊക്കെ തോന്നുകയും കഷ്ടനഷ്ടങ്ങളും ഭാഗ്യക്കേടുകളൊക്കെ ഉള്ള സമയമാണ്. ആ വലിയ ഗ്രഹപ്പഴ മാറി വേഴൻ 9-ലേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ഈ വേഴത്തിന് മാത്രം ഇത്രയധികം പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ സൗരയൂഥത്തിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് വേഴൻ. ഈശ്വര ചൈതന്യം വേഴനിലാണ് പൂർണ്ണമായിട്ട് അടങ്ങിയിരിക്കുന്നത്. സർവേശ്വരാണാം ദക്ഷിണേ അസ്തി നിത്യം സാന്നിധ്യമസ്മാത് ദക്ഷിണേ അനുകൂലേ പ്രായോ അനുകൂലാക സകലാശ ദേവ സ്ഥൽ പ്രതികൂല സതി ജ്ഞ അനുകൂല എന്നാണ്. ഇപ്പോൾ സർവ ഈശ്വര കാരകനായ വേഴൻ ഇഷ്ടസ്ഥാനങ്ങളിൽ ജാതകത്തിലും ജീവിതത്തിലും വരുമ്പോൾ ദൈവങ്ങളുടെ അനുഗ്രഹം നമുക്ക് കൂടുതലായിട്ട് കിട്ടും. വേഴം മറഞ്ഞു പോകുന്ന സമയം ഉള്ള ഭാഗ്യങ്ങളും ഈശ്വരാനുകൂല്യവും കുറഞ്ഞിരിക്കും. അപ്പോൾ ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. നമ്മളെ വീട്ടിൽ എല്ലാ ഫാന്, മിക്സി, ഗ്രൈൻഡർ, ഫ്രിഡ്ജ് എല്ലാം ഉണ്ട്. ഇലക്ട്രിക് കാറുകളും ബൈക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ കറണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാം നമ്മുടെ നാട്ടിലെല്ലാ ഫാക്ടറികളും മെഷീനറികളും പ്രവർത്തിക്കണമെങ്കിൽ കറണ്ട് വേണം. അപ്പം നമുക്ക് കറണ്ട് ഇല്ലാത്ത ഒരു സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കറണ്ട് ഉണ്ടെങ്കിൽ എന്ത് വേണോ ചെയ്യാൻ പറ്റും. അതേപോലെ വേഴൻ 9-ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പവർ നല്ല രീതിയിൽ കിട്ടി ഒരു പവർ യൂണിറ്റ് ആയിട്ട് നിങ്ങൾ അങ്ങ് മാറാൻ പോവുകയാണ്. പവറുള്ള ഓരോ മെഷീന് എന്ത് വേണോ പ്രവർത്തിക്കാൻ പറ്റുന്നത് പോലെയാണ്. അപ്പോൾ കന്നിരാശിക്കൂറുകാർക്ക് വേഴഗ്രഹം 9-ൽ സഞ്ചരിക്കുമ്പോൾ സൗമ്യേ ധർമ്മസ്ഥിതസ്യ ഗുരുജന മനസ് ഈശ്വരാണാം പ്രസാദോ വൃതിർഭാഗ്യസ്യ ധർമ്മസ്യ ശുഭതപസ മാതൃത പൗത്ര സൗഖ്യമെന്നാണ്. ഗുരുഖന്മാരും ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കും. മാതാപിതാ ഗുരു ദൈവം, മാതാവും പിതാവും ഗുരുവും ദൈവങ്ങളും പ്രസാദിക്കും. ഇത്രയും കാലം ഞാൻ പല അമ്പലങ്ങളിലും പള്ളികളിലും ദേവന്മാരുടെ അടുത്തും പൂജാരിമാരുടെ അടുത്തും ഒക്കെ പോയി എല്ലാ വഴിപാടും പൂജകളും കർമ്മങ്ങളും ചെയ്തിട്ടും ഒരു ഗുണവും കിട്ടിയില്ല എന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും പുരോഗതികളും കിട്ടും. നിങ്ങൾ എല്ലാവരുടെ പ്രീതിയും കിട്ടും. വിരോധിച്ച് കലഹിച്ച് ആരുമില്ലല്ലോ എന്ന് വിഷമിക്കുന്നവർക്കൊരു അനുഗ്രഹമാണ്. ഉള്ളവരുടെ സ്നേഹം കിട്ടാനും പുതിയ ചില ആൾക്കാരുടെ സഹായം കിട്ടാനും ഒക്കെ യോഗമുണ്ട്. വൃതിർ ഭാഗ്യസ്ഥ ധർമ്മസ്യ, ഭാഗ്യ ധർമാദികൾ അഭിവൃദ്ധിപ്പെട്ടു വരും. ശുഭ തപസ്, നമ്മൾ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിക്കിട്ടും. പൗത്ര സൗഖ്യം, പുത്രൻ്റെ പുത്രൻ പൗത്രൻ. അപ്പോൾ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും. ഉള്ള മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല ഉദ്യോഗം, വിവാഹം, ഐശ്വര്യങ്ങൾ, അവർക്ക് വളർച്ചയും ഉയർച്ചയും കണ്ട് നമുക്കതിലുള്ള സന്തോഷം സംതൃപ്തിയും അവരുടെ ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചു കൊടുക്കാനും
നമ്മളെ സഹായം ഇല്ലാതെ തന്നെ അവർക്ക് നേടിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാ തരത്തിലും പണമില്ലാതെ എങ്ങനെ എൻ്റെ കൊച്ചുങ്ങളെ പഠിപ്പിക്കും എന്ന് വിഷമിക്കുന്ന ഒരാളിന് പണം ഇല്ലാതെ തന്നെ മക്കൾ പഠിച്ച് ഹൈ മാർക്ക് വാങ്ങിച്ച് നല്ല അഡ്മിഷനൊക്കെ കിട്ടാനും വിദ്യ കിട്ടാനും അങ്ങനെ സർക്കാരിൽ നിന്നും പല പല സഹായങ്ങളും സമൂഹത്തിൽ നിന്നും പല പല അംഗീകാരങ്ങളും അവാർഡുകളും ഒക്കെ കിട്ടാനൊക്കെ യോഗമുള്ള ഒരു സമയമാണ്. വെറുതെ ഭാഗ്യസ്ഥ ധർമ്മസ്യ ഭാഗ്യധർമ്മാത് അഭിവൃദ്ധിപ്പെട്ടു വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും. പൗത്ര സൗഖ്യം പുത്രൻ്റെ പുത്രൻ പൗത്രൻ അങ്ങനെ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഭാഗ്യം ആണ് ഒരു മനുഷ്യന് ഏറ്റവും വലുത്. ഒരു ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ നമ്മൾ നോക്കിയാൽ ചിലവർ അവർക്ക് വലിയ കഴിവില്ലെങ്കിലും ഭയങ്കര സമ്പത്തും ഭാഗ്യങ്ങളും നേട്ടങ്ങളും കിട്ടി സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തപ്പെടുന്നു. ചില ആൾക്കാർ ഒരുപാട് കഴിവ് ഒരുപാട് വിദ്യയും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ജോലി കിട്ടണില്ല, സാലറി കിട്ടണില്ല, നല്ല വിവാഹം കിട്ടണില്ല, ഐശ്വര്യപ്രവൃത്തികൾ കിട്ടാതെ വിഷമിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. എങ്ങനെയാണ് ഈ ഭാഗ്യം കിട്ടുന്നത്? ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. നമ്മളെ പൂർവികരൊക്കെ മക്കൾക്കും കുടുംബത്തിനും സന്തതിക്കും ജനിച്ചതിനും ഇനി ജനിക്കാൻ പോണേനും നല്ലത് വരുന്നതിന് വേണ്ടി എല്ലാവിധ പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇന്നുള്ള അച്ഛനമ്മമാർക്ക് നമ്മളെ സഹോദരങ്ങൾക്ക് ബന്ധുക്കൾക്ക് അമ്പലത്തിൽ പോകാനും പ്രാർത്ഥിക്കാനും തൊടുവാനും കുടുംബദേവന്മാരുടെ കാര്യം നോക്കാനൊന്നും സമയമില്ല, താല്പര്യമില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ജനിച്ചതിന് നല്ലത് വരുള്ളൂ, ജനിക്കാൻ പോണ പരമ്പര നിന്ന് പോകുന്നത്. പലവർക്കും ഭാര്യയില്ലാത്തതും ഭർത്താവില്ലാത്തതും മക്കളില്ലാത്തതൊക്കെ നമ്മൾ കുടുംബ ദേവന്മാരുടെ പ്രീതി കുറഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ കുടുംബദേവന്മാരെ മാത്രമല്ല, നമ്മളൊരു അമ്പലത്തിൻ്റെ സമീപത്ത് താമസിക്കുമ്പോൾ അവിടുത്തെ അമ്പലത്തിലും ദേവന്മാർക്കും ദേവാലയങ്ങൾക്കൊക്കെ വേണ്ടത് നമ്മളെ കൊണ്ട് പറ്റണത് ചെയ്ത ആ ദേവന്മാരുടെ പ്രീതിയും സഹായവും നമുക്ക് കിട്ടും. അങ്ങനെ ഈശ്വരാനുകൂല്യം തെളിഞ്ഞു നിൽക്കുന്ന കാലം നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ കിട്ടും. ഈ വേഴൻ ഈ കന്നി രാശിക്കാർക്ക് 4 7 ഭാവാധിപത്യവും പിന്നെ വേഴത്തിൻ്റെ ഉച്ചം എന്ന് പറയുന്ന കർക്കിടകൻ രാശിയാണ്. അപ്പോൾ 11ാമത്തെ രാശിയാണ്. അപ്പോൾ സർവാഭീഷ്ടാഗമ ഇഷ്ടകാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ജ്യേഷ്ഠന്മാരെ കൊണ്ട് സഹോദരങ്ങളെ കൊണ്ട് സഹായങ്ങൾ കിട്ടും. അർത്ഥലാഭം നിറയെ പൈസകളൊക്കെ കിട്ടും. 4ാം ഇടം വീട് വസ്തു കെട്ടിടം വാഹനം ഇതൊക്കെ കിട്ടും. 7ാം ഇടം വിവാഹം ദാമ്പത്യം കുടുംബസൗഖ്യം വിദേശയാത്ര ഗുണം ഇതൊക്കെ കിട്ടും. നഷ്ട അർത്ഥലാഭ എന്ന നഷ്ടം വന്ന് കിട്ടാതെ കിടക്കണ പൈസകളും പ്രവൃത്തികളും അംഗീകാരങ്ങളൊക്കെ കിട്ടും. അപ്പോൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങളൊക്കെ നേടി കിട്ടും. വിദേശത്ത് താമസിക്കുന്നവർക്ക് വിസ പുതുക്കി കിട്ടാനും അതേപോലെ ഗ്രീൻ കാർഡ് കിട്ടാനും അഡ്മിഷൻ കിട്ടാനും ജോലി കിട്ടാനും സിറ്റിസൺഷിപ്പ് കിട്ടാനും അതേപോലെ PR കിട്ടാനും എല്ലാം അവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ കിട്ടൂല. ഇവിടെ കിടന്ന് നരകിച്ച് മരിക്കണേനേക്കാൾ എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്നൊക്കെ ചിന്തിച്ച് ടെൻഷനടിച്ച് കഴിയുന്ന ആൾക്കാർക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സുഖ നന്മകളും ഭാഗ്യങ്ങളും ഒക്കെ കിട്ടും. അപ്പം മനസ്സോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ച് ഏത് രാജ്യത്ത് ഏത് തൊഴിൽ എന്ത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഈശ്വരനെ നമ്മളങ്ങ് മുറുകെ പിടിക്കണം. ഈശ്വരനെ സഹായം ചെറിയതല്ല. ഈശ്വരാനുകൂല്യം ഉള്ളവർക്കെല്ലാം നമ്മളെ നാട്ടിൽ ഏറ്റവും ഉന്നതിയിലെത്തപ്പെടാൻ പറ്റും. വലിയ സ്ഥാനമാനങ്ങൾ അംഗീകാരങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ഭക്തിയോടുകൂടി ക്ഷമയോടുകൂടി ജീവിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് നേട്ടങ്ങൾ കിട്ടും. ഇപ്പം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നൊരു അധികാരിയായിരുന്നാലും ഒരു തൊഴിലാളിയായിരുന്നാലും ഒരു മുതലാളിയായിരുന്നാലും അവരുടെ സ്നേഹം കാണിച്ചാൽ മാത്രമേ അവർ നമ്മളോട് സ്നേഹം കാണിക്കൂ. അവരിൽ നിന്നും നമുക്ക് കിട്ടേണ്ടുന്ന സഹായങ്ങൾ കിട്ടൂ, ആനുകൂല്യങ്ങൾ കിട്ടൂ, ഐശ്വര്യങ്ങളൊക്കെ കിട്ടും. അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും ക്ഷമയോടുകൂടി സ്നേഹിച്ച് ജീവിക്കേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. ചില ജാതകത്തിൽ ഒരു കാലത്തും രക്ഷപ്പെടാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ കുടുംബത്തിലും നാട്ടിലും. എന്തുകൊണ്ട് അവർക്ക് ഇത്രയും ഭാഗ്യം കിട്ടാതെ പോകുന്നു? അല്ലെങ്കിൽ ഇത്രയും കഴിവുണ്ടായിട്ട് നല്ല ജോലി കിട്ടാതെ പോയി, വിവാഹം നടക്കാതെ പോയി, മക്കളുണ്ടാകാതെ പോയി എന്നൊക്കെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ
അതൊക്കെ ഈ പൂർവ്വജന്മ കർമ്മ ബന്ധങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളുമാണ്. പൂർവികന്മാർ ചെയ്ത ഗുണങ്ങളെ കൊണ്ട് നമുക്ക് നല്ല ഗുണങ്ങൾ, അവർ ദേവന്മാരെ ഉപേക്ഷിക്കുക, ആചാരങ്ങൾ മുടക്കുക, നാട് വിട്ടുപോവുക, രാജ്യം വിട്ടുപോവുക, ഇതൊക്കെ ചെയ്യുമ്പോൾ കുടുംബ ദേവന്മാരുടെ അനുഗ്രഹങ്ങൾ കുറഞ്ഞു വരും. അപ്പോൾ കുടുംബദേവന്മാരുടെ പ്രീതി ഏത് രാജ്യത്തിരുന്നാലും നമുക്ക് വേണ്ടതുണ്ട്. ഏത് മതത്തിലാണെന്നും ആ മതപരമായിട്ടുള്ള പ്രാർത്ഥനകൾ, നേർച്ചകൾ, വഴിപാടുകൾ ഒക്കെ ചെയ്യുക. പണം ഉണ്ടെങ്കിൽ മാത്രം വഴിപാടും പൂജയൊക്കെ ചെയ്താൽ മതി. എവിടെ ഇരുന്നും ഭഗവാനെ പ്രാർത്ഥിക്കുക. പണം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഭക്തിക്ക് കുറവ് വരുത്തരുത്. ഭഗവാൻ അറിയാൻ നമുക്ക് പണം ഇല്ലാത്തൊരവസ്ഥയാണ്. കടം വാങ്ങിച്ചൊന്നും ദൈവങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. പൈസ കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദേവന്മാർക്ക് ചെയ്താൽ മതി. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വിദ്യകളും തൊഴിലുകളും യാത്രകളും പ്രവൃത്തികളും കലാ രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലകളെല്ലാം നല്ല ശ്രദ്ധേയമായ നേട്ടങ്ങളും അംഗീകാരങ്ങളൊക്കെ കിട്ടി ഹീറോ ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഹീറോ ആയിട്ട് ജീവിക്കാനുള്ള യോഗമുണ്ട്. പിള്ളേരുടെ വിദ്യാഭ്യാസം, വിവാഹം, ഉദ്യോഗം എല്ലാ നേട്ടങ്ങളും കിട്ടും. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. എല്ലാ അമാവാസി തോറും ക്ഷേത്രം അടയ്ക്കുന്ന പതിവില്ല. രാവിലെ ഗണപതി ഹോമം, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, 4 മണിക്ക് യമരാജ ഹോമം, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ വിവിധങ്ങളായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ടുള്ള കലശ അഭിഷേകങ്ങൾ ഭക്തന്മാരുടെ വഴിപാടായിട്ടും അമ്പലവകയായിട്ടും നടത്തി പോരുന്നു. ക്ഷേത്ര ദർശനങ്ങൾ നടത്തി പുണ്യം നേടുന്നതിന് ഏവരെയും ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും എല്ലാം കൊണ്ടും ഈ വർഷം വേഴമാറ്റം കൊണ്ട് വളരെ സമ്പന്നമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും തീർച്ചയായിട്ടും കിട്ടും. ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പിഴകളോ ഭാഗ്യക്കുറവുകളോ ഉള്ള ജാതകമാണെങ്കിൽ അത് കണ്ടെത്തി നിങ്ങളുടെ ദോഷം തീർക്കാൻ നിങ്ങൾ തന്നെ പരിശ്രമിച്ച് ഭക്തിയോടുകൂടി ചെയ്യുകയും അല്ലെങ്കിൽ കർമ്മയെ കൊണ്ട് നമുക്കതിലുള്ള തകരാറുകൾ മാറാനുള്ള പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ജാതകത്തിലുള്ള ഗ്രഹപ്പിഴകൾ മാറാനും നല്ലത് വരാനും തീർച്ചയായിട്ടും കഴിയും. നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യ അഭിവൃദ്ധികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.